റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിക്കാമേ അസ്സാനീസനം കടന്നു വരുമ്പോൾ ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം ചെയ്യുന്ന ഇബാദത്തുകളും നാം നൽകുന്ന സദഖകളും നമ്മൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് പോരന്റെ പ്രിയമുള്ള ഉറക്കെ ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയമുള്ളവരെ, ആരാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യനാണോ വാരിയിൽ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ ഹബീബായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതി വബിദാലിക ഫൽയഫ്റഹു ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ലിനെ കൊണ്ട് റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് റഹ്മത്ത്? മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമാ അർസൽനാക ഇലാ റഹ്മതൻ ലിൽ ആലമീൻ. സകല ലോകത്തിന് അനുഗ്രഹീതമായിട്ട് നാം അയച്ചിട്ടില്ല നബിയെ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ വിശാലമായ അർത്ഥത്തിൽ ആലമെന്ന് പ്രയോഗം ഒഴുകി അല്ലാഹു ഒഴികെയുള്ള സകല ജലാദ വസ്തുക്കൾ അത് ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദേശീയവാദി, ഒരു ദേശീയ സ്നേഹിമല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. പണക്കാരനെയും പാവപ്പെട്ടവരെയും ഉന്നതരെയും താഴ്ന്നവരെയും വെളുത്തവരെയും കറുത്തവരെയും അറബികളെയും അനർബികളെയും ഒരേ തൗഹീദിന്റെ ചങ്ങൽ കോർത്ത് വെച്ച അധീരനായ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയം വെക്കുന്നതുവരെ നിങ്ങൾ ഒരാളും യഥാർത്ഥ വിശ്വാസിയല്ല. ലാ യുമിനു അഹദകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ മാതാപിതാക്കളെക്കാളും നിന്റെ സഹോദര സഹോദരിയെക്കാളും മറ്റെന്തിനേക്കാളും നീ അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ ഒരാളും യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയാന്തരത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ ഹബീബ് എന്തെല്ലാം ഈ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞോ, അവിടുത്തെ സുന്നത്തുകൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞോ, അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നാം യഥാർത്ഥ മുഅ്മിനാകുന്നത്, യഥാർത്ഥ പ്രവാചകൻ സ്നേഹിയാകുന്നത്. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദ ബി ഉമ്മതി ഫലഹും അജ്റും യതശഹീദ്. ഒരു ഫസാദായ കാലഘട്ടത്തിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സുന്നത്തിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവൾ 100 ശുഹദാവിന്റെ കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിക്കാമേ അസ്സാനീസനം കടന്നു വരുമ്പോൾ ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിൽ അല്ലാഹു വിട പറയുന്ന സമയത്തുമുണ്ടല്ലോ, ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ വിട പറയുന്ന സമയത്ത് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമ്മത്തി അസ്സലാത്ത്. എന്റെ സമുദായം എന്ന നിസ്കാരത്തെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തിലെടുക്കണേ. നിസ്കാരം ചെന്നാൽ നമുക്ക് പതിക്കുന്ന ഈ പതികളെ കുറിച്ചിട്ടാണ് ഈ ലോകത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്ന സമയത്തുമുണ്ടല്ലോ, പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമ്മത്തി അസ്സലാത്ത്. എന്റെ സമുദായമേ, നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ പറയുന്ന സമയത്ത് പറഞ്ഞ മറുപടി അതൊന്നും നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ 10,000 പാരാവാരങ്ങൾ കൊണ്ട് പറന്നു കിടക്കുന്ന സ്വഹാബത്ത് കിറാമിനെ അവിടെ വിളിമു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പിതാവ് മരണപ്പെട്ടു പോയി നബിയേ, എന്റെ പിതാവ് മരണപ്പെട്ടു പോയി നബിയേ, പിതാവിന്റെ മയ്യിത്ത് സംസ്കരിക്കാൻ അറിയില്ല നബി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിടുകയാണ്. ആ മനുഷ്യന്റെ മയ്യിത്ത് സംസ്കരണത്തിൽ മടങ്ങി വരാൻ പറഞ്ഞു. രണ്ടുപേരും പോയി പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, എന്തുപറ്റി സിദ്ദീഖുൽ അക്ബറേ, എന്തുപറ്റി മത്താബ് തങ്ങളെ? രണ്ടുപേരോട് ചോദിക്കുമ്പോൾ രണ്ടുപേർ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ആ മനുഷ്യന്റെ മുടിട്ടിരിക്കുന്ന തുണിയൊന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യന്റെ രൂപം പന്നിയുടെ രൂപമാണ് നബിയേ, പന്നിയുടെ രൂപമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ മനുഷ്യന്റെ ചാരത്തിലേക്ക് ഓടുകയാണ്.
തന്റെ പരിശുദ്ധമാക്കപ്പെട്ട കൈകളെ കൊണ്ട് ആ മയ്യത്തിന്റെ മുഖവും കഴുകിയപ്പോൾ ആ മയ്യത്തിന്റെ രൂപം ഇത് മടങ്ങി വന്ന് എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബോടൊന്ന് മടങ്ങുകയാണ്. നമുക്കറിയില്ലേ, ആ മരിച്ച നമ്മുടെ മണ്ണിന്റെ കട്ടടത്തിലേക്ക് പോയി വെക്കുമ്പോൾ നമ്മൾ വലത് കവിടുന്ന് മണ്ണിനോട് ചേർത്ത് വെക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യന്റെ വലത് കവിടുന്ന് മണ്ണിനോട് ചേർത്ത് വെക്കാൻ കെട്ടുന്നയക്കുമ്പോൾ ആ മനുഷ്യന്റെ രൂപം വീണ്ടും പന്നിയുടെ രൂപമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അവിടെ നിന്ന് സഹിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആ മനുഷ്യന്റെ മകനെ വിളിക്കുകയാണ്, നിന്റെ പിതാവ് ഇത്രയും മോശപ്പെട്ട വ്യക്തിയാണോ? നിന്റെ പിതാവിന്റെ പടവുകൾ താങ്ങിയ വ്യക്തിയാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പിതാവ് സുഖങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് നബിയെ. എന്റെ പിതാവ് പാപങ്ങളെ സഹായിക്കുന്ന ആളാണ് നബിയെ. എന്റെ പിതാവ് ഹജ്ജ് ചെയ്ത മനുഷ്യനാണ് നബിയെ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം കടന്നു വന്നാൽ നോമ്പനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മനുഷ്യനോട് ചോദിക്കുന്നു, പിന്നെ എന്താണ് നിന്റെ പിതാവ് ചെയ്തത്? എന്തെങ്കിലും തെറ്റുമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പിതാവിന് ദുസ്വഭാവമുണ്ട് നബിയെ. എന്റെ പിതാവിന് ദുസ്വഭാവമുണ്ട് നബിയെ. എന്റെ പിതാവ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളാണ് നബിയെ. വിട്ടവരെ നമസ്കരിക്കാത്ത മനുഷ്യനാണ് നബിയെ. ഒരു കാരണം കൊണ്ടിട്ടാണ് ആ മനുഷ്യന്റെ കോലം അറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. നമുക്കറിയില്ലേ, നമ്മുടെ നാടുകളിൽ എത്ര പേരാണ് മരണപ്പെടുന്നത്? ആരാണ് നമസ്കരിക്കുന്നത്? യഥാവിൽ നമസ്കരിക്കുന്നത് ആരാണ്? എത്രയോ നമസ്കാരം ഉദ്ദേശിച്ച് മരണപ്പെട്ടു പോയില്ലേ, അവിടെ പോലും അറിഞ്ഞില്ലല്ലോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. കാരണം എന്തെന്നറിയുമോ, കാരുണ്യത്തിന്റെ നിരപുടമേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ സംഭവം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്കകത്തിലേക്ക് പോയി അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിനെ എത്ര അധപതിച്ചാലും എത്ര അധപതത്തിന്റെ പടവുകൾ താണ്ടിയാലും എന്റെ ഉമ്മത്തിങ്ങളെ പോലെ നീ മരിക്കുന്ന റബ്ബേ, നിന്റെ ദുആകാരണമായിട്ടാണ് ഓരോരുത്തരുടെ പോലെ മറിയത് പ്രിയമുള്ളവരെ. അത്രയും സ്നേഹമാണ്, അത്രയും സ്നേഹമാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹിമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രവാചകനുണ്ടല്ലോ, നിങ്ങൾ നൊമ്പരപ്പെടുന്ന നബിയാണ്. നിങ്ങൾ വേദനപ്പെട്ടാൽ വേദനപ്പെടുന്ന നബിയാണ്. നിങ്ങൾ പ്രയാസപ്പെട്ടാൽ വളരെയേറെ പ്രയാസപ്പെടുന്ന നബിയാണ്. അവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിനൊന്ന് പറഞ്ഞുകൊണ്ട് പോകുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടു നടക്കേണ്ട എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടിക്കാൻ അസ്റാഇസ്ലാം കടന്നു വരുമ്പോൾ അസ്റാഇസ്ലാമിനോട് ഈ ലോകത്തിന്റെ നായകൻ മദീനത്തിന്റെ ഒരു നക്ഷത്രമേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അസ്റാഇൽ, ഞാൻ 10-13 ദിവസം രോഗശൈലിയിലായിരുന്നു അസ്റാഇൽ, എന്റെ റൂഹിനൊന്ന് പതിക്കെ കുടിക്കുമോ അസ്റാഇൽ? അല്ലാഹുവിന്റെ റസൂൽ അസ്റാഇൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഊർപ്പിടിച്ച് എന്റെ കൈകളെ ചുറ്റുന്നത് അങ്ങയുടെ റൂഹാണ് നബിയെ. ഒരു എണ്ണയിൽ നിന്ന് 100 എത്രത്തോളം ലോലമായി എടുക്കുമോ അതിനേക്കാൾ ലോലമായി കണ്ടിട്ട് ഞാൻ എടുത്തെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച മറുപടി എന്തെന്നറിയുമോ? ഒന്ന് മുതൽ ഫാത്തിമയെ കുറിച്ചിട്ടല്ല, അവിടുത്തെ ഭാര്യമാരെ കുറിച്ചിട്ടല്ല, എന്റെ ഉമ്മത്തിയുടെ അവസ്ഥ എന്താണ്, അതായത് ഞാനും നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അസ്റാഇൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ജീവനുള്ള ആട്ടുകുട്ടിയെ തുറന്ന് വലിച്ചെറിഞ്ഞാൽ എത്രത്തോളം വേദനിക്കുമോ അതിനേക്കാൾ വേദനയാണ് യാ റസൂലല്ലാഹ്. കമ്പനി പുതപ്പില്ലേ, ആ കമ്പനി പുതപ്പൊന്ന് വെള്ളത്തിലേക്ക് മുക്കിട്ട് മുള്ളു പമ്പിലേക്ക് ഒന്നിട്ട് വലിച്ചാൽ എത്രത്തോളം പറഞ്ഞു പോകുമോ, എത്രത്തോളം പിച്ച് ചീന്തി പോകുമോ അതിനേക്കാൾ കഠിന കഠോരമാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റാഇൽ അലൈഹിസ്സലാമോട് പറയുന്നു, യാ അസ്റാഇൽ, ലോകത്തിന് വേണ്ടി എല്ലാ ഉമ്മത്തികളുടെ റൂഹിനെ വേദന എനിക്ക് തന്നിട്ട് റൂഹിൽ നിന്ന് കുടിക്കുമോ അസ്റാഇൽ? നമ്മുടെ റൂഹിന്റെ വേദന ഏറ്റുവാൻ